ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ്സിന് അടുത്ത എക്സാം വരുന്നത് ഖുർആൻ ഹിഫ്ള് എക്സാമാണ്. അപ്പോൾ അതിന് നമ്മൾ നോക്കി ഓതി കൊടുക്കേണ്ട ഭാഗങ്ങൾ നമുക്ക് ക്ലാസ്സിലെടുത്ത ഖുർആനിൽ നോക്കി ഓദിച്ച ഭാഗങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് വരിക. അപ്പോൾ അത് ഇവിടെ ഞാൻ 24-ൻ്റെയും 23-ൻ്റെയും 22-ൻ്റെയും ചോദ്യപേപ്പറുകൾ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ വന്നത് തന്നെ നോക്കി പഠിക്കരുത്. നമുക്ക് ക്ലാസ്സിലെടുത്ത ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നായിരിക്കും നമുക്ക് ഓതാൻ വരിക. അപ്പോൾ അത് എല്ലാ ഭാഗവും നന്നായി മനസ്സിലാക്കി നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച തജ്വീദ് നിയമങ്ങളൊക്കെ പരിഗണിച്ച് വേണം ഓതി കൊടുക്കാൻ. നമ്മൾ 4ാം ക്ലാസ്സിൽ കുറേ തജ്വീദ് നിയമങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടിലൊക്കെ, 3ാം ക്ലാസ്സിലൊക്കെ. അപ്പോൾ അതൊക്കെ പരിഗണിച്ചിട്ട് വേണം നമ്മൾ നോക്കി ഓതി കൊടുക്കാൻ. പിന്നെ ഹിഫ്ളിൻ്റെ ഭാഗം വരുന്നത് തജ്വീദുൽ ഖുർആനിൻ്റെ അവസാന ഭാഗത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഹിഫ്ളിൻ്റെ ഭാഗങ്ങൾ ആമൻ റസുലും സൂറത്തുൽ അഅല, സൂറത്തുൽ ആഷിയ അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അതിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ച ഭാഗങ്ങളും ഓർത്തു വെക്കണം. ആയത്തുൽ കുർസി, പിന്നെ നമ്മൾ നിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലേണ്ട ദിക്റുകൾ, ഫിഖ്ഹുൽ ഇസ്ലാമിൽ 1ാമത്തെ പാഠത്ത് പഠിച്ച ദിക്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഇതിൽ വന്ന ഹിഫ്ളിൻ്റെ ഭാഗങ്ങളൊക്കെ 3 ചോദ്യപേപ്പറിലും വന്നത് മനസ്സിലാക്കുക. സൂറത്തുൽ ആഷിയയിൽ നിന്നും സൂറത്തുൽ അഅലയിൽ നിന്നും ആമൻ റസൂൽ, ആയത്തുൽ കുർസി, പിന്നെ ദിക്ർ ബഅദ സ്വലാത്ത്, അദ്കാർ ബഅദ സ്വലാത്ത്, നിസ്കാരത്തിന് ശേഷമുള്ള സ്വലാത്തുകളുമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.